ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേസെടുത്ത് ഇ.ഡി. കള്ളപ്പണം തടയൽ നിയമപ്രകാരം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി റഹീം നേരത്തെ തന്നെ ഇ.ഡി. ഇതിനുള്ള ഫയലുകളൊക്കെ തേടിയിരുന്നു, അതിന് അനുമതിയും നൽകിയിരുന്നു. ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന വിവരങ്ങൾ. ശബരിമല വിഷയത്തിൽ, അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇ.ഡി. ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആ തരത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ എല്ലാവരും ഇ.ഡി. കേസിലും പ്രതികളാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ.ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. 2005 സെപ്റ്റംബറിൽ അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള SIT അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇ.ഡിയുടെ അന്വേഷണം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഈ SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇത്തരത്തിലുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നതാണ്. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് ഇ.ഡിയുടെ അന്വേഷണം കൂടി വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ കളം മാറുകയാണ്. ഇനി ഏത് തരത്തിലാകും ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ അറസ്റ്റിലായിട്ടുള്ള പത്മകുമാർ അടക്കമുള്ളവരുടെ കാര്യത്തിൽ ഇ.ഡി. ഇനി ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുകയും അതിലേക്ക് കാര്യങ്ങൾ കൂടുതലായി പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ശാമിലി, കള്ളപ്പണം തടയൽ നിയമപ്രകാരം വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എന്തൊക്കെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി, അതിൽ ആരൊക്കെ ഉൾപ്പെടും? ഈ ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകളാണോ? ഭണ്ഡാരി, അതിൽ തന്നെ ഈ പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ളവർ വരുമോ? എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ? ശ്യാമിൽ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ, അതായത് ഈ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് SIT ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകൾ ആർക്കൊക്കെതിരെയാണോ അവരൊക്കെ തന്നെയും ഇ.ഡിയുടെ പരിധിയിൽ, അതായത് ഇ.ഡിയുടെ അന്വേഷണ പരിധിയിലേക്കും വരും എന്നുള്ളതാണ്. നിലവിൽ കൊച്ചി യൂണിറ്റ് ആണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഇ.ഡി ഡയറക്ടറേറ്റിന്റെ പ്രത്യേക അനുമതിക്ക് പിന്നാലെയാണ് ഈ കേസ് ഇപ്പോൾ ഇ.ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ചാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആളുകളും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, A. പത്മകുമാർ, N. വാസു അടക്കം 15 പ്രതികളും ഇ.ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് കൂടി വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇവരെ ഇ.ഡി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. നിലവിൽ SIT അന്വേഷണം ഈ കേസിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഇ.ഡിയുടെ കേസ് കൂടി ഇത്തരത്തിൽ വരുന്നതും പ്രതികളിലേക്ക് അന്വേഷണം കടക്കുന്നതും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും ഇ.ഡി കൂടി ഇതിലേക്ക് വന്ന സാഹചര്യത്തിൽ ഇനി സ്വാഭാവികമായും ഇ.ഡിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇ.ഡി ഇതിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ.ഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതായത് SIT അന്വേഷണത്തോടൊപ്പം തന്നെ ഇ.ഡിയും ഈ കേസ് പരിഗണിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇനി ഇ.ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് കൂടി കേസ് വരികയാണ്. സ്വാഭാവികമായും കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം ആ രീതിയിൽ തന്നെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇ.ഡി ഇതുമായി മുന്നോട്ട് പോവുക. സ്വാഭാവികമായും നിലവിൽ കസ്റ്റഡിയിലുള്ളവരും ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ തന്നെ ഇ.ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരും. ഇ.ഡി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഏതായാലും സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി കൂടി ഇപ്പോൾ ഇത്തരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ശാമിലി, SITയുമായി സഹകരിച്ചാണോ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? എപ്പോൾ മുതലായിരിക്കും ഈ അന്വേഷണം തുടങ്ങുക? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതായത് സ്വാഭാവികമായും ഈ SIT, അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് സ്വാഭാവികമായും ശബരിമല സ്വർണ്ണക്കൊള്ള. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ SIT, അതായത് വിവരങ്ങൾ തേടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. SIT ഇതുവരെ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ഇ.ഡി തേടിയേക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇ.ഡിയുടെ കൂടെ സഹായത്തോടുകൂടി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കേന്ദ്ര ഏജൻസി കൂടി കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഇതുവരെയും, അതായത് ഈ കേസിൽ ആകെ 15 പ്രതികളാണുള്ളത്. ആ 15 പ്രതികളുടെയും അവരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ ഇ.ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയും അവരുടെ അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. സ്വാഭാവികമായും ആ തരത്തിലുള്ള അന്വേഷണം തന്നെയാകും ഉണ്ടാവുക. ഏതായാലും SITയുടെ കൂടി അന്വേഷണ പുരോഗതി ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇ.ഡിയും ഈ കേസിലേക്ക് ഇനി കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഈ SITയുടെ അന്വേഷണ പരിധിയിൽ വരാത്ത കാര്യങ്ങളാണോ, അല്ലെങ്കിൽ അവർ അന്വേഷിക്കാത്ത തലത്തിലേക്കാണോ ഇ.ഡി നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്? അതെങ്ങനെയാണ് റഹീം? ശാമിൽ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ
PMLA വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ആ PMLA വകുപ്പ് ചുമത്തിയാണ് സ്വാഭാവികമായും ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും SITയുടെ അന്വേഷണ പരിധിക്ക്, അതായത് നിലവിൽ SITയുടെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ED അന്വേഷിച്ചേക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ, അതായത് ഏറ്റവും ഒടുവിൽ മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ അടക്കം SIT ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായും നിലവിൽ എത്തി നിൽക്കുന്നത് ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഇനി ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ED അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ കൂടി ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ളതാണ്. ഏതായാലും അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും നിലവിലുള്ള കാര്യങ്ങൾ ED അന്വേഷിച്ചു വരികയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ കുറെ നാളുകളായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ED കൃത്യമായ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി ലഭിക്കുകയും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ നിലവിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ധാരണയിലേക്ക് ED എത്തുകയുമായിരുന്നു. അതിനടിസ്ഥാനത്തിലാണ് PMLA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകൊണ്ട് ഈ ECIR കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോൾ മുന്നോട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാകും EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിലേക്കും ഒക്കെ തന്നെ EDയുടെ അന്വേഷണം കടക്കുമെന്നുള്ളതാണ്. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED പരിശോധിക്കുകയും എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും ഏത് തരത്തിലാകും ED ഇനിയിപ്പോൾ